കണ്ട ആദ്യത്തെ മന്ത്രിയാണ് പൊതുമരാമത്ത് മന്ത്രി. ആ പൊതുമരാമത്ത് മന്ത്രിയെ പങ്കെടുപ്പിക്കാത്തത് സംബന്ധിച്ച് ഇന്ന് രാവിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോട് മാധ്യമങ്ങൾ ചോദിച്ചു. അത് അദ്ദേഹം പറഞ്ഞ മറുപടി, ഞങ്ങൾ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്, മരുമകനെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ റിയാസ് മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന നിലയിലല്ല, അത് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ മന്ത്രിയാണ് സഖാവ് PA മുഹമ്മദ് റിയാസ്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ ഔദാര്യം ഇതിനാവശ്യമില്ല. അത് പ്രോട്ടോകോൾ പ്രകാരം എല്ലാ സർക്കാർ പരിപാടികൾക്കും പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ പ്രകാരം കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതി, സംസ്ഥാനത്തിന് കൂടി പങ്കാളിത്തമുള്ള ഒരു പദ്ധതി, ഏത് വകുപ്പുമായിട്ടാണോ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആ വകുപ്പിന്റെ മന്ത്രിയെ പങ്കെടുപ്പിക്കുക എന്ന് പറയുന്നത് പ്രോട്ടോകോളിന്റെ ഭാഗമാണ്. ആ പ്രോട്ടോകോളിന്റെ പ്രകടമായ ലംഘനമാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സമാരാധ്യനായ സഖാവ് പിണറായിയും അതുപോലെ തന്നെ മറ്റു മന്ത്രിമാരും കേരളം ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ ഹൈവേയുടെ ചരിത്രം പറഞ്ഞു. നാഷണൽ ഹൈവേയെ കുറിച്ച് എത്രയോ പതിറ്റാണ്ടുകളായി നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഹൈവേ എങ്ങനെയായിരിക്കണം, ഏത് വിധത്തിലുള്ള ഹൈവേ ആണ് നമുക്ക് ആവശ്യം. എന്നാൽ വർഷങ്ങളായി ചർച്ച ചെയ്തെങ്കിലും അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. 2011 കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിലാണ് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ജീവൻ വരുന്നത്. ആ ഘട്ടത്തിൽ ഹൈവേക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ